എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് നമ്മുടെ ഈ ബേസിക് ക്ലാസ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ കോപ്പി പേസ്റ്റിന് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ അറിയത്തില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഒരുപാട് ക്ലാസ്സിലൊക്കെ പോയി എന്നിട്ടും ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് കയറി കാണുക, നമ്മളുടെ ഓരോ ക്ലാസ്സുകളും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. അതായത് എങ്ങനെയാണ് ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നത്, ആ കോപ്പി ചെയ്ത ഫയല് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആ ഫയലിനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇതിപ്പോ ഞാൻ ജസ്റ്റ് വേറൊരു ഫയൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഫയലിനെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു പിക്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഈ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിനെ നമുക്ക് പലതരത്തില്, ഈ കാണുന്ന രീതി നമുക്ക് പലതരത്തിലുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡിലോട്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതായത് ചെറുതായിട്ട് വേണമെങ്കിൽ ആക്കാം, കുറച്ചുകൂടെ വലുതാക്കാം, അതിലും വലുതാക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറച്ച് ഇമേജസ് ആണ്. ജസ്റ്റ് ഇതിന്റെ പേരും ആ ചെറിയൊരു ഐക്കണും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഏത് പിക്ചർ ആണെന്ന്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് പലതരത്തില് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ കാണാമെന്ന് നോക്കാം. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൗസ് എവിടെയെങ്കിലും വെക്കുക. ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല, എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഈ ഫസ്റ്റ് ഓപ്ഷൻ വ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. ചുമ്മാ നമ്മൾ മൗസ് അതിലോട്ട് വെച്ചതേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പം മൗസ് വെക്കുമ്പം തന്നെ ഈ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള നിരവധി ഓപ്ഷൻസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എക്സ്ട്രാ ലാർജ് ഐക്കൺ എന്നുള്ള ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ നിന്നും വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെച്ചു. എന്നിട്ട് ഈ വ്യൂവിന്റെ അവിടുന്ന് തന്നെ മൗസ് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ അടുത്ത ലിസ്റ്റിലോട്ട് നമ്മുടെ മൗസ് എത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ എക്സ്ട്രാ ലാർജ് ഐക്കൺ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് ഈ എക്സ്ട്രാ ലാർജ് ഐക്കൺ എന്ന് പറയുന്നതിലോട്ട് മൗസ് ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കാണുന്നത് എക്സ്ട്രാ ലാർജ് ഐക്കണായി, അതായത് കുറച്ചുകൂടെ വലുപ്പത്തിലായി. ഇനി സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. മൗസ് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഈ കാണുന്ന പേജിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും വ്യൂ എടുക്കുക. നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്തത് എക്സ്ട്രാ ലാർജ് ഐക്കൺ ആണ്. ഇനിയിപ്പൊ നമുക്ക് ഈ ലാർജ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ലാർജ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ആദ്യം കണ്ട ഇമേജിനെക്കാട്ടിലും കുറച്ച് വലുപ്പം കുറഞ്ഞു, ഇച്ചിരി വലുപ്പം ഒന്ന് കുറഞ്ഞു. എന്നാലും നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റും, പക്ഷെ വലുപ്പം ഇച്ചിരി ഒന്ന് കുറഞ്ഞു. ഇനി നമുക്ക് സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, വ്യൂ സെലക്ട് ചെയ്തു, അതിൽ നിന്നും മീഡിയം ഐക്കൺ. അപ്പൊ മീഡിയം ഐക്കൺ ആയപ്പം കുറച്ചുകൂടെ അതിന്റെ വലുപ്പം ഒന്ന് കുറഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ആ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. വ്യൂ ഓപ്ഷനിൽ നിന്നും സ്മോൾ ഐക്കൺ.
അപ്പൊ സ്മോൾ എന്ന് പറയുമ്പം ഏറ്റവും ചെറുതായി. അപ്പൊ ഇതിനകത്ത് സ്മോൾ കഴിഞ്ഞിട്ട് ഇനിയും വരുന്നത് ലിസ്റ്റ് ആണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം കണ്ട പോലെ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് താഴോട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു ഫയലിന്റെ നെയിം കാണും, അതുപോലെ തന്നെ ഡേറ്റ്, നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റ് ആയിരിക്കും ഇവിടെ കാണുന്നത്. ഇനി അത് ഏത് തരത്തിലുള്ള ഫയലാണ്, അതിന്റെ വലുപ്പം, അതായത് അതിന്റെ സൈസ് എത്രയാണ്, അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഡീറ്റെയിൽസ് എന്നുള്ളത് എടുത്താല് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇനി ടൈൽസ് എന്ന് എടുത്തു നോക്കാം. ടൈൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നമ്മളുടെ എന്താ പറയുക ടൈൽസ് പോലെ ചെറിയൊരു ഇതായിട്ട് കാണാം. ഫയലിന്റെ പേര് കാണും, അതിന്റെ സൈസ് കാണും, അതുപോലെ തന്നെ അതിന്റെ വലുപ്പം കാണും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ടൈൽസ് എന്ന് പറയുന്ന വ്യൂവിനകത്ത് കാണാൻ പറ്റും. ഇനി കണ്ടന്റ്, ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് കണ്ടന്റ്. അതിനകത്ത് സെയിം ഇമേജിന്റെ പേര്, അതിന്റെ ടൈപ്പ്, അതിന്റെ ഡയമെൻഷൻ, അതിന്റെ സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പൊതുവായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൾഡറിലുള്ള ഫയലുകളുടെ വ്യൂ, അതായത് അതിനെ കാണുന്ന ആ ഒരു രീതി നമുക്ക് പല തരത്തില് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വ്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് എക്സ്ട്രാ ലാർജ് ഐക്കൺ ഉണ്ട് എന്ന് പറഞ്ഞാല് കുറച്ചേറെ വലുത്, ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും വലുതാണ് എക്സ്ട്രാ ലാർജ് ഐക്കൺ, അതിലും ചെറുതാണ് ലാർജ് ഐക്കൺ, ദെൻ മീഡിയം, സ്മോൾ ഐക്കൺ, അതിനുശേഷം ലിസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. ടൈൽസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ചിത്രമായിട്ടും കാണും, അതുപോലെ തന്നെ അതിന്റെ വിവരങ്ങളും കാണും. കണ്ടന്റ് എന്ന് പറഞ്ഞാലും അതിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലുള്ളത്. അതായത് നമ്മളുടെ ഫയൽസിനെ നമുക്ക് കാണാനുള്ള വിവിധ തരത്തിലുള്ള ഓപ്ഷനുകൾ. അപ്പം ഇപ്പൊ ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, ഈ വ്യൂ മെത്തേഡ് സെലക്ട് ചെയ്യാനുള്ളത്. അതായത് മൗസ് ചുമ്മാ എവിടെയെങ്കിലും വെക്കുക, ഈ ഒരു പേജില്, ഈ ഒരു പേജ് എന്നല്ല, നമുക്കിപ്പോ ഏതൊരു പേജിലോട്ട്, ഇപ്പൊ ഞാൻ മ്യൂസിക്കിന്റെ പേജിൽ പോയാലും, നമ്മുടെ വീഡിയോസ് പേജിൽ പോയാലും, ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു ഗാലറി ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു ഫോൾഡറിൽ പോയാലും നമുക്ക് ഇതിന്റെ വ്യൂ ഈ സെയിം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ്, മൗസ് ഏത് പേജിലായിക്കോട്ടെ നമ്മൾ ആ പേജിൽ ചുമ്മാ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് പലതരത്തിലുള്ള വ്യൂ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അത് ഒരു മെത്തേഡാണ്. ഇനിയിപ്പോ പറയാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പേജിന്റെ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരുടെ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഗാലറി എന്ന് പറയുന്നതിന്റെയാണ്. അപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്താലും, ഡൗൺലോഡ്സ് എടുത്താലും, ഡോക്യുമെന്റ്സ് എടുത്താലും, മ്യൂസിക് എടുത്താലും, നമ്മൾ ഏതൊരു ഫോൾഡർ ഓപ്പൺ ചെയ്താലും നമുക്ക് അതിനകത്ത് ഈ ഒരു വ്യൂ എന്ന് പറയുന്ന ടാബ് കാണാൻ പറ്റും. അപ്പം ഏത് പേജ് ആണെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു പ്രയാസവുമില്ല. എല്ലായിടത്തും ഈ സെയിം കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു വ്യൂ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പൊ ഈ വ്യൂ മാറ്റാന് ഈ മുകളിലുള്ള വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് ഈ വ്യൂ എന്ന് പറയുന്നതിലോട്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വ്യൂ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മൗസ് ഇങ്ങനെ അതിലോട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക. വ്യൂ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടാബ് സെലക്ട് ആയി വരും. സെലക്ട് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് ആ വ്യൂ എന്ന് പറയുന്ന ടാബിലുള്ള പല തരത്തിലുള്ള വ്യൂ ഓപ്ഷൻസ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ലാർജ് ഐക്കൺ ഉണ്ട്, ലാർജ് ഐക്കൺ ഉണ്ട്, മീഡിയം, സ്മോൾ, ലിസ്റ്റ്, ഡീറ്റെയിൽസ്, ടൈൽസ്, കണ്ടന്റ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണോ ആവശ്യം അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. ഇനി അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളുടെ ആ എക്സ്ട്രാ ലാർജ് ഐക്കൺ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റണമെങ്കിൽ എഗെയിൻ നമ്മൾ ഈ വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക, ലാർജ് ഐക്കൺ. ഇനി അത് മാറ്റണമെങ്കിൽ മീഡിയം ഐക്കൺ. അപ്പൊ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു വ്യൂ ടാബിൽ നിന്ന്
ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞ 2 മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 മെത്തേഡില് ഏതാണോ ചെയ്യാൻ എളുപ്പം അത് നമുക്ക് ചെയ്താൽ മതി. ഇപ്പൊ 2 മെത്തേഡും പഠിച്ചിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഇനി രണ്ടും പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു കാര്യം പഠിച്ചത്, അതായത് വ്യൂ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫയലിനെ ഏതൊക്കെ തരത്തിൽ കാണാം, അതായത് ചെറുതായിട്ടോ വലുതായിട്ടോ അതിലും വലുതായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിപ്പം ഏത് ഫോൾഡർ ആയിക്കോട്ടെ, ആ ഫോൾഡറിലെല്ലാം ഇത് സെയിം തന്നെയാണ്. നമുക്ക് ഏത് ഫോൾഡർ എടുത്താലും അതിനകത്ത് ഈ കാണുന്ന രീതി മാറ്റാൻ ഈ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ വ്യൂവിന്റെ തൊട്ടിപ്പുറത്ത് സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഈ സോർട്ട് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനെ എന്താ പറയാ സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിന്റെ നെയിം അനുസരിച്ച്, അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ടൈപ്പ്, അല്ലെങ്കിൽ ഈ ഒരു ഫയൽസിന്റെ അതായത് ആൽഫബറ്റിന്റെ അസെൻഡിങ് ഓർഡർ അനുസരിച്ച്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ അനുസരിച്ച് ഒക്കെ നമുക്ക് ഈ ഒരു ഫയലിനെ താരതമ്യം ചെയ്യാനായിട്ട്, അതായത് സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. ഈ വ്യൂ എന്ന് പറയുന്ന ടാബിന്റെ തൊട്ടിപ്പുറത്താണ് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷന്. അപ്പൊ സോർട്ട് അനുസരിച്ച് നമുക്കതിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് അനുസരിച്ചും ടൈം അനുസരിച്ചും ഒക്കെ നമുക്കതിനെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് സിമ്പിൾ സ്റ്റെപ്പാണ്, ഒന്നും ചെയ്യേണ്ട. ഈ ഒരു സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഏതൊരു കാര്യം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലും അതിന് സിമ്പിൾ സ്റ്റെപ്പാണ്. മൗസ് അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് നെയിം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റ്, അതിന്റെ ടൈപ്പ്, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഇതൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ആവശ്യം നമുക്ക് ഏതനുസരിച്ചാണ് ഇതിനെ സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് അസെൻഡിങ് ആണെങ്കിൽ അസെൻഡിങ്, ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാനും പറ്റും. ഇതിന്റെ വ്യൂ കാണുന്ന ആ ഒരു രീതി മാറ്റാനും നമുക്ക് പറ്റും. അപ്പൊ ഏതൊരു പേജ് എടുത്താലും, ഇപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പ് എടുത്താലും, ഡോക്യുമെന്റ് എടുത്താലും, പിക്ചേഴ്സ് എടുത്താലും, മ്യൂസിക് എടുത്താലും, ഏതൊരു പേജ് എടുത്താലും ഈ 2 ഓപ്ഷനും നമുക്ക് കാണാം. ഏത് പേജിലാണേലും നമ്മൾ ഇപ്പൊ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ സിസ്റ്റം ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ, നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് പറയുക. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നമ്മൾ അതിന്റെ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് വലിയ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.